ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരുപാട് ട്രോളുകൾ, അതായത് പച്ച വീട്ടിൽ പ്രശ്നേഷ് എന്ന രീതിയിൽ ഒരുപാട് ട്രോളുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഗ്രീൻ ഹൗസിലെ പ്രശ്നേഷിൻ്റെ ഭാര്യനെയും കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ലക്ഷങ്ങൾ വ്യൂസുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം നമുക്ക് ആദ്യമേ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. അവരുടെ പ്രശ്നങ്ങളുടെ തുടക്കമായ ഒരു വീഡിയോ നമുക്ക് ആദ്യമേ കണ്ടിട്ട് വരാം, എന്നിട്ട് നമുക്ക് ബാക്കി അവൾക്കൊന്നും പൈസ കൊടുത്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. എന്റെ കയ്യിൽ ഞാൻ സ്ക്രീൻഷോട്ട്സ് വേണേ കാണിക്കാം. ഇവിടെ വല്ലതും 3000 രൂപ അവള് ഗ്രീൻ ഹൗസിന്റെ കമ്പനിയിൽ ഇട്ടത് തിരിച്ചു കൊടുത്തു. അല്ലാണ്ട് ലാഭവിഹിതമൊക്കെ ആയിട്ട് കൊടുത്തതും പണിക്കാശായിട്ടൊക്കെ കൊടുത്തതും ഒക്കെ കുറെ ഉണ്ട്. ഈ 3000 കൊടുത്തതിന് തൊട്ട് മുമ്പ് 26,500 കൊടുത്തത്. ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തെ ഒരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. ഈ 3000 കൊടുത്തതിന് തൊട്ട് മുമ്പ് 26,500. സത്യം പറഞ്ഞ പ്രശ്നേഷ് എന്ന് പറയുന്ന വ്യക്തിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗ്രീൻ ഹൗസ് അല്ലാതെ തന്നെ അവരുടെ പേഴ്സണൽ വീഡിയോസ് തന്നെ വൈഫുമായിട്ട് ഓരോ സ്ഥലത്ത് ചെല്ലുന്നതും ഭയങ്കര ക്ലീനിങ്ങും കാര്യങ്ങളുമായിട്ട്, അതുപോലെ തന്നെ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ വൈറലായിട്ടാണ്. കാരണം എന്ത് കാര്യങ്ങൾ ഉപയോഗിച്ചാലും സാനിറ്റൈസർ അടിച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അങ്ങനെ കുറേ സംസാരങ്ങളും കാര്യങ്ങളും ആയിട്ട് വൈറലായ ഒരു വ്യക്തികൾ കൂടിയാണ് ഇവർ രണ്ടുപേരും എന്ന് നമുക്ക് പറയാം. ഇപ്പം എന്താണ് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഫാമിലി പ്രശ്നമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫുള്ള് ചർച്ചയാവുന്നത്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ, ഈ വീഡിയോയ്ക്കകത്ത് തന്നെ പറയുന്നുണ്ട് മെയിൻ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ വീട്ടിലൊരു സംഭവം ഉണ്ടാക്കി, അതിനെതിരെ വഴക്കും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്തു. അതിനെതിരെ പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ ഭാര്യയും കൂടെ ഒരു വീഡിയോയുമായിട്ട് ഇറങ്ങി. അപ്പം എല്ലാവരും അവർ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചത് എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ആ വീഡിയോ ഇടുന്നത്. പക്ഷേ ഫുൾ നെഗറ്റീവ് ആയിരുന്നു. കാരണം ഇപ്പോഴാണ് നിന്റെ പേരിന് പ്രശ്നേഷ് എന്ന പേര് ശരിയായത്, കാരണം പ്രശ്നക്കാരനായല്ലോ, അങ്ങനെയുള്ള ഒരു സംസാരവും കാര്യവുമായിട്ടുള്ള കമൻ്റ് ആയിരുന്നു മുഴുവൻ. അതും ഭയങ്കരമായിട്ടുള്ള തെറിവിളിയും കാര്യങ്ങളും എല്ലാം ഇതായിരുന്നു കമൻറ്റ് ബോക്സ് എന്ന് പറയാം. അവരെ ആരും സപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ്റെ ഭാര്യയുടെ സംസാരത്തിൽ മെയിനായിട്ട് അവൻ്റെ കാര്യം തന്നെ നമുക്ക് പറയാം. അവൻ്റെ സംസാരത്തിനിടയിൽ ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ വഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം ഇതുപോലെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് സ്വന്തം പെങ്ങളെക്കുറിച്ച് ഇത്രയും അശ്ലീലം തിരഞ്ഞ വർത്തമാനങ്ങളും കാര്യങ്ങളുമാണ് അവൻ പറയാൻ തുടങ്ങിയത്. അതാണ് മെയിൻ പ്രശ്നത്തിലേക്ക് കടന്നതെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം പെങ്ങള് ആദ്യം ഒരു ലൈൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അതിനെ വിട്ടതിന് ശേഷം അടുത്ത ആണുങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലിരുന്ന ആണുങ്ങളെ വിളിയാണ് പണി, അല്ലാതെ അവളുടെ സ്കില്ലൊന്നും അവൾ ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നൊരു സംസാരം വന്നതിലൂടെയാണ് പിന്നീട് അതിന് മറുപടിയായിട്ട് അമ്മയും പെങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് ഈ വിഷയം ഇത്രയും വഷളായത്. കാരണം സ്വന്തം പെങ്ങളെ കുറിച്ച് അപവാദം പറഞ്ഞ് റീച്ച് ഉണ്ടാക്കി കാശ് മേടിക്കാനാണ് എന്നുള്ള രീതിയിൽ പുതിയ കാറ് മേടിച്ചു എന്നുള്ള രീതിയിലേക്കാണ് വിവാദത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം മെയിനായിട്ടുള്ളൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ പ്രവീൺ കൊച്ചു ഫാമിലിയിലും ഇതുപോലൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കാരണം ഗർഭിണിയായിരുന്ന ഭാര്യയെ തല്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനും നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അവരുടെയും കൂടെ നമ്മൾ ഒരുപാട് യൂട്യൂബേഴ്സ് അവരുടെ കൂടെ നിന്ന് സംസാരിക്കുകയും എല്ലാം ചെയ്തു. പക്ഷേ ഏറ്റവും ലാസ്റ്റ് എന്താണ് വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാസ്റ്റ് ഇവർ ഫാമിലിയിലുള്ള പ്രശ്നമാണ്. ലാസ്റ്റ് ഇവർ അമ്മയും മോനും എല്ലാവരും ഒന്നാവും. നമ്മളൊക്കെ ഈ സപ്പോർട്ട് ചെയ്തവരാണ് ലാസ്റ്റ് മൂഞ്ചി പോകുന്നതെന്ന് നമുക്ക് പറയാം കേട്ടോ. കാരണം ഇവരിപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, നമ്മളൊരു യൂട്യൂബ് ഒരു യൂട്യൂബ് അക്കൗണ്ട് യൂസ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞാൽ ഫാമിലിയിലെ പ്രശ്നങ്ങൾ ഇങ്ങോട്ടെടുത്ത് വലിച്ചിടാതിരിക്കുക. ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു പ്രശ്നം എന്നാ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്മേനെക്കുറിച്ചും പെങ്ങളെക്കുറിച്ചും മോശം പറഞ്ഞതാണ് ഇത്രയും വിഷയമായി തീർന്നിരിക്കുന്നത്. ആ വീഡിയോയും കൂടെ ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതും കൈ വെച്ച് ഇവൻ ഭീഷണിപ്പെടുത്തി തരാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് വരെ. എന്നിട്ട് ആ പോലീസ് ഉപദ്രവിച്ചു. ഈ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ആ വീഡിയോ ഇവൻ ലാസ്റ്റാ കണ്ടപ്പോൾ നേരെ ഓടി എൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ മുഖത്തിട്ട് കറക്റ്റ് 4 വട്ടം അടിച്ച്, എന്നിട്ട് എൻ്റെ മുടിയെ കുത്തിപ്പിടിച്ച് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവൻ്റെ വൈഫ് ഇതൊക്കെ കണ്ടവിടെ നിന്ന് നാട്ടുകാർ ഓടി വന്ന് ഗേറ്റ് തുറന്ന് അകത്ത് കയറാറായ സമയമാണ് അവളി എന്നിട്ട് പറഞ്ഞത്, കിച്ചു വിടറ നാട്ടുകാർ വന്ന് സീനാണ്. അതുവരെ കണ്ട് ചിരിച്ചുകൊണ്ട് അകത്ത് വരുന്നുണ്ട്. ഇപ്പം അമ്മയും പെങ്ങളും ഒരു ഇന്റർവ്യൂവിന് കൊടുത്തതെന്ന് തന്നെ പറയാം. ഒരാളോട് സംസാരിക്കുന്ന ഒരു ഇതാണ് നമ്മളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ കേട്ട വീഡിയോ എന്ന് പറയാം. അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്ര മോശം പറഞ്ഞത് മാത്രമല്ല, സത്യം പറഞ്ഞാൽ കുട്ടി പറയുന്നതിലും ശരിയുണ്ട്. കാരണം ഇത്രയും മോശമായി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തെറ്റായ കാര്യങ്ങളാണ് ആങ്ങളെ എന്ന് പറയുന്ന പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് വാദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ആ കൊച്ചു പറയുന്നതിലും കാര്യമുണ്ട്. കാരണം പുറത്തിറങ്ങി നടക്കേണ്ട, ഒരു ബസ്സിലെങ്കിലും യാത്ര ചെയ്യണ്ടേ എന്നാണ് ചോദിക്കുന്നത്. കാരണം പുള്ളിക്കാരിനെ ഇയാളുടെ പെങ്ങൾ എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ നിറച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ
നാട്ടിലാണെങ്കിൽ പോലും ആ അമ്മയ്ക്കും മകൾക്കും ഇറങ്ങി നടക്കണ്ടേ? ഇത്രയും മോശമായ രീതിയിൽ ഓരോ ആണുങ്ങളെ മാറി മാറി ഫോൺ വിളിയും കാര്യങ്ങളും ആണ്, ഒരു ജോലിക്ക് പോകുന്നില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ ഈ ഗ്രീൻ ഹൗസ് ക്ലീനിങ് പരിപാടിയിലെ ഒരാൾ തന്നെയാണ് ഈ പെങ്ങൾ, എല്ലാ കാര്യത്തിനും പങ്കെടുക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് കൂടെ ജോലി ചെയ്യുന്നതിൻ്റെ ആ കാശ് പോലും ആങ്ങളെ എന്ന് പറയുന്ന ഇവൻ കൊടുക്കാറില്ല എന്നും വാദിക്കുന്നുണ്ട്. അതിനെതിരെ അവരുടെ ഭാര്യയും ഭർത്താവും കൂടെ രംഗത്ത് വന്നിട്ടുണ്ട്. അമ്മായിയമ്മ പോരും കാര്യമാണ്, അവർ സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണാൻ മേലഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. 26,000 രൂപ കൊടുത്തിട്ട് അങ്ങനെ ഓരോ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. സത്യം പറഞ്ഞാൽ ആ പൈസയ്ക്ക് എന്തിനു കൊടുത്തതാണ് എന്ന കാര്യമാണ് നമുക്കത് കൂടുതലൊന്നും ഡീറ്റെയിൽസ് നമുക്കറിയത്തില്ല. അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളാണ് പുറത്തു വിടുന്ന. ഇവർ രണ്ടുപേരും ഇങ്ങനെ മാറി മാറി വീഡിയോസ് ചെയ്യുന്നത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. ഒരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ വീട്ടിൽ ചെല്ലുകയും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആ വീഡിയോ കൂടെ നമുക്ക് കണ്ടിട്ട് വരാം. എന്തായാലും നമുക്ക് വേറെ വഴിയില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല, ജീവിക്കണം മരിക്കണമെന്ന് അറിയാൻ മേലാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് ഞങ്ങൾ പെട്ടുപോയി. നമ്മളെ സംരക്ഷിക്കുന്ന മകൻ നമ്മളോട് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എന്തുവാ ചെയ്യേണ്ടത്? ഒരു മാനസികമായിട്ടൊരു വിഷമമുണ്ട്. ഈ വീഡിയോയും കൂടെ കണ്ടപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യം മനസ്സിലായില്ല. കാരണം അവരുടെ വീട്ടിൽ ഇപ്പം മുഴുവൻ പ്രശ്നമാണ്. വീട്ടിൽ നിന്ന് പുള്ളിക്കാരനെ ഇറക്കി വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേറൊരു വീഡിയോയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 7 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച് അച്ഛനോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എൻ്റെ അമ്മ ചെയ്ത് കാണിച്ചത്. അനിയത്തി ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗ്രീൻ ഹൗസിൽ വരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നീ വരുന്നെങ്കിൽ വന്നു. പുള്ളിക്കാരനെ ഇറക്കി വിടുകയും, കാരണം ഇത്രയും നാളുമായിട്ട് പുള്ളിക്കാരൻ്റെ അച്ഛനെ കൊണ്ട് സാധിക്കാത്തതാണ് ഒറ്റ രാത്രി കൊണ്ട് അമ്മേനെ കൊണ്ട് സാധിച്ചത്. അങ്ങനെയുള്ള രീതിയിലുള്ള കുറേ ഇതുണ്ട്. അതുപോലെ തന്നെ അവർ കുറേ വിവാദങ്ങളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. ഈ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവളുടെ സ്വഭാവവും അത്ര ശരിയല്ലെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റും. കാരണം വീഡിയോ എടുക്കുന്നതിന് അവൻ്റെ വീഡിയോ ആണ് നാട്ടുകാർ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അവളുടെ വീഡിയോ എടുക്കുന്ന രീതിയിൽ അവൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നത് എല്ലാം നമുക്ക് മനസ്സിലാവാൻ പറ്റും. അതിൻ്റെ പുറമെ തന്നെ കണ്ടോ, അവരുടെ കാറൊക്കെ അടിച്ച് പൊട്ടിക്കാതെ തന്നെ നാട്ടുകാർ വിട്ടേനും ഒരിത് നമുക്ക് പറയാം. അതിനെതിരെയും ഇവർ വീഡിയോ ചെയ്തിട്ടുണ്ട്. നാട്ടുകാർക്കെതിരെയും വൃത്തികെട്ട രീതിയിൽ ഗുണ്ടി അങ്ങനെയുള്ള സംസാരവും കാര്യം ഉൾപ്പെടുത്തി ഇവർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവർ വീട്ടിൽ കയറ്റാൻ പോലും സമ്മതിക്കുന്നില്ല. ഞങ്ങളുടെ വീടല്ലടാന്ന് ചോദിച്ചാൽ അവൾ അലറി വരുന്നതും എല്ലാം നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പം രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റ് കാണും. കാരണം ഒരാളുടെ ഭാഗത്ത് മാത്രം തെറ്റുണ്ടായിട്ട് വഴക്കും കാര്യങ്ങളും ഉണ്ടാകത്തില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൂടെ ഞാൻ ആ വീഡിയോയും കൂടെ ആഡ് ചെയ്തേക്കാം. ഇതിൻ്റെ അകത്ത് അവളും ഭയങ്കരമായിട്ട് ദേഷ്യമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാകാം എല്ലാവരും പറയുന്ന ആൾക്കാർ തന്നെയാണല്ലോ, അത് ഒരാൾ മാത്രമല്ല. എന്തൊക്കെ സംസാരവും കാര്യം ഉണ്ടായെങ്കിൽ പോലും അത്രയും വൃത്തികെട്ട രീതിയിൽ സ്വന്തം പെങ്ങളെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തതാണ്. അവനെതിരെ ഇത്രയും മോശമായിട്ടുള്ള സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട്, അതും ട്രോള് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അതുപോലെ ട്രോളും അതിൻ്റെ താഴെയുള്ള കമൻ്റാണ് തെറിവിളി എന്ന് പറഞ്ഞാൽ അതുപോലെ തെറിവിളിയാണ് അവനെ. കാരണം അവൻ്റെ ഭാര്യയുടെയും സൈഡിൽ നിന്ന് ആരും പറയുന്നില്ല. അവൻ മെയിനായിട്ടൊരു പറയുന്നൊരു റീസൺ എന്ന് പറയുന്നത് അവനും അവൻ്റെ ഭാര്യയും സന്തോഷമായിട്ട് ജീവിക്കുന്നത് വീട്ടിലുള്ളവർക്ക് കാണാൻ മേലാഞ്ഞിട്ടാണ്. പക്ഷെ അതൊക്കെ എല്ലാവരും പറയുന്ന ഒരു സംസാരമാണ്, ശരി, നമുക്ക് സമ്മതിക്കാം. പക്ഷെ പെങ്ങളെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഒക്കെ അത്ര മോശമായ രീതിയിൽ അവൻ അത്രയും വൾഗറായിട്ട് സംസാരിച്ചതാണ് ഇത്രയും പ്രശ്നമായി. അതുകാരണം അവരുടെ ഇൻ്റർവ്യൂസ് കണ്ടാലും നമുക്ക് മനസ്സിലാവും അമ്മയും മകളും ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അകത്ത് സംസാരിക്കുന്നത്. ഫുൾ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷെ അത്രയും പ്രശ്നമായിട്ടിരിക്കുമ്പോഴാണ് ഇവർ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നതും നാട്ടുകാർ വളയുന്നതും വീഡിയോ എടുക്കുന്നതും ഒക്കെ. അതും വൈറലാവുക തന്നെ ചെയ്തു. കാരണം അതിൻ്റെ അകത്തും നെഗറ്റീവ് തന്നെയാണ് പറയുന്നത്. കാരണം അവൾ മോശമായിട്ട് അവൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൾ ഇടയ്ക്ക് കയറി വരുന്നതും. പിന്നെ ഏറ്റവും മെയിനായിട്ട് ഒന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവരുടെയും ഒരു കുഴപ്പമാണ്. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാര്യം. പ്രവീൺ കൊച്ചു ഫാമിലി ആണെങ്കിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് എന്തായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരൊന്നായി മൃദുല ഒരുപാട് അടുപ്പം കാണിക്കുന്നില്ല എങ്കിൽ പോലും അവരങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ പോവുകയൊക്കെ ചെയ്യുന്നത്. ഇതാണ് മെയിൻ പ്രശ്നം. അവരമ്മയും അച്ഛനും ഫാമിലിയും പെങ്ങളും ഒക്കെയാണ്. അവർ നാളെ ഒന്നാവുക തന്നെ ചെയ്യും. ഈ പറയാൻ വരുന്ന നമ്മൾക്ക് മാത്രമായിരിക്കും പിന്നെ കുറ്റം ഉണ്ടാകുന്നത്. അതാണ് മെയിൻ പ്രശ്നം. ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയിലുള്ള വഴക്കും കാര്യങ്ങളും അത് അവിടെ പറഞ്ഞ് തീർക്കുക, അല്ലെങ്കിൽ അത് വേറെ എന്തിലേലും രീതിയിൽ പറഞ്ഞേക്കും. ഇപ്പോൾ അത് കേസ് കൊടുക്കുകയും അവനെ അറസ്റ്റ് ചെയ്യും, അങ്ങനെയുള്ള ന്യൂസും കാര്യങ്ങളും ന്യൂസ് ചാനലിലൂടെ എല്ലാം പുള്ളിയുടെ പടം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും പ്രശ്നം വഷളാവുകയാണ് ചെയ്തത്. കാരണം ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും പ്രശ്നം വഷളാവുകയും ഇത്രയും പേരുദോഷം കേൾക്കേണ്ടി വരികയും ചെയ്തത്. കാരണം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർ ദൈവത്തെ ഓർത്ത് അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ തീർക്കാതിരിക്കുക പറഞ്ഞു. അല്ലാതെ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മുടെ വീട്ടിൽ സംസാരിച്ച് തീർക്കുക, അതായിരിക്കും ഏറ്റവും നല്ല ഒരു ക്യാരക്ടർ ബേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവൻ ആദ്യം തന്നെ കുറേ സാനിറ്റൈസറും അതുപോലെ തന്നെ എന്തും ഭയങ്കര ഭാര്യയ്ക്ക് അലർജി ഉള്ളൊരു പേഷ്യൻ്റാണ്. അതൊക്കെ സമ്മതിക്കുക,
അലർജി ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. പക്ഷെ നാട്ടിലിറങ്ങി അവൻ ഭയങ്കര വൃത്തി എന്ന കാര്യത്തെക്കുറിച്ച് അധികമായി സംസാരിച്ചാണ് ഇവൻ സത്യം പറഞ്ഞ വ്യൂ കൂട്ടിയതും അതുപോലെ തന്നെ ഇവനെ ആൾക്കാർ തെറി വിളിക്കാൻ തുടങ്ങിയതും വൃത്തിയെക്കുറിച്ച് ഇവൻ സംസാരിക്കാൻ തുടങ്ങിയതിൽ പിന്നെയാണ്. നമ്മൾ ഒരുപാട് ഹൈജീൻ കാണിക്കാൻ പോകരുത്. ആ പെങ്ങളുടെ കോൾ റെക്കോർഡിൽ തന്നെ പറയുന്നുണ്ട്, പേഴ്സണൽ ഹൈജീൻ പോലും ചെയ്യാത്ത ഒരുത്തനാണ് ഇതുപോലെ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് ഇത്രയും ഹൈജീൻ പറയുന്നത്. അത് പെങ്ങളുടെ ഒരു കോൾ റെക്കോർഡിൽ നിന്നല്ലാതെ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും. കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇവരുടെ സ്വന്തം എന്നാണ് പറയുന്നത് വാട്ടർ ടാങ്കിൽ നിന്ന് എലി ചത്തത് വൃത്തിയാക്കാതെ ആ വീഡിയോ ഒക്കെ ഇവൻ തന്നെയാണ് അപ്ലോഡ് ചെയ്തത്. സാധാരണ ഒരു ബോധമുള്ളവനാണെങ്കിൽ ആ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യത്തില്ല. കാരണം അത്ര 6 മാസത്തിൽ കൂടുതൽ അവരവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് അവരത് അറിഞ്ഞുപോലുമില്ല എന്ന് പറയുമ്പോൾ ഇവൻ എന്ത് വൃത്തിയില്ലാത്തവൻ തന്നെയാണ് നമുക്ക് ആ വീഡിയോയിലൂടെ, അതും ഒരുപാട് ട്രോള് കിട്ടിയൊരു വീഡിയോയും കൂടിയാണ്. അപ്പോഴാണ് ഈ സ്വന്തം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും അത് കാറ് വാങ്ങാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ആൾക്കാർ വളച്ചൊടിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി തന്നെയാണ്. 2 കുടുംബങ്ങൾ തമ്മിൽ വഴക്കാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വീഡിയോസ് പകരം എക്സ്പ്ലനേഷനും കാര്യങ്ങളുമായിട്ട് വരിക തന്നെ ചെയ്യും. അതിനെല്ലാം റീച്ച് കിട്ടുക തന്നെ ചെയ്യും. പക്ഷേ ഇത് വെച്ച് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് അതിലേറെ റീച്ചും കിട്ടുമെന്ന് മനസ്സിലാക്കണം. കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഏതായാലും ഓരോരുത്തർക്കുള്ള അഭിപ്രായങ്ങൾ ഓരോരുത്തർ പറയുക തന്നെ ചെയ്യും, പറയാതിരിക്കത്തില്ല. അത് ചിലപ്പോൾ നെഗറ്റീവായിരിക്കാം, പോസിറ്റീവായിരിക്കാം. അങ്ങനെയാണ് പ്രശ്നം കൂടുതൽ വഷളാകുന്നത്. ഇപ്പോൾ ഇത്രയും വഷളായതും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വന്നതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതും ഇതുപോലെയുള്ള കാര്യങ്ങൾ വീഡിയോസ് അത്രയും വൾഗറായിട്ട് സ്വന്തം വീട്ടുകാരെ പറഞ്ഞതുകൊണ്ടാണ് അവർ കേസ് കൊടുത്തതും ഇത്രയും പ്രശ്നമായി. അപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലാത്ത റിയാക്ഷൻ വീഡിയോസോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ട് ഗ്രീൻ ഹൗസ് ക്ലീനിങ് അതൊക്കെ നല്ലൊരു പരിപാടി തന്നെയാണ്. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലാതെ നമ്മുടെ പേഴ്സണൽ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ അവസ്ഥ ഇതുപോലെ തന്നെയായിരിക്കും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോനെ കുറിച്ച് ഇത്രയെങ്കിലും പറയണം.